ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാകുന്ന തിരക്കിലാണ് കേട്ടോ. ഞാൻ ചോറ് വെക്കാൻ വേണ്ടി മറന്നുപോയതല്ല, രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തികയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വേഗം ചോറ് വെക്കാമെന്ന്. കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുക്കറൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ, വിസിലൊക്കെ ഓക്കെ ആണോ എന്നുള്ളത്. ഒന്ന് പൊട്ടിത്തെറിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് പൊരിക്കാമെന്ന് കരുതി. പിന്നെ സാമ്പാർ രാവിലെ വെച്ചതുണ്ടായിരുന്നു അച്ഛന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്ക് അതിൻ്റെ കൂടെ ചിക്കനും കൂടി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കത് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം ഉണ്ടായിരുന്നു, കുറേ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. കൈയോടെ ഇത് ചെയ്താലേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൈയോടെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. എനിക്ക് സാധാരണ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പാത്രങ്ങളൊന്നും വെക്കുന്ന അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനത് മാക്സിമം അത് കഴുകി വെക്കാറാണ് പതിവ്. പക്ഷേ മടി പിടിച്ചാൽ പിന്നെ ഞാൻ ഒന്നും തൊടൂല കേട്ടോ. സാധാരണ എന്നെ മടി പിടിപ്പിക്കുന്നത് ഈ ഫോണാണ് കേട്ടോ. ഫോണാണ് എന്നെ എപ്പോഴും മടി പിടിപ്പിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനിടെ ഞാൻ അതൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി. എന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള പരിപാടിയാണ്. ചിക്കനൊക്കെ ആണെങ്കിൽ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-6 വിസിലൊക്കെ വേണം. വെള്ളരിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ അതിലോട്ട് ഇട്ട്. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കാറുള്ളൂ, ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. ഇതൊരു കുഴിഞ്ഞ പാത്രം ആയതുകൊണ്ടാണ് കുറച്ച് എണ്ണയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഒരു പകുതി വേവായപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ ഫ്രൈയിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ നല്ലോണം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കരിയാമ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അതിനിടയിൽ എന്നെ ഒരാൾ വിളിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്, അവൾക്ക് വെള്ളം വേണമെന്ന്. ഒരാൾ പോയി നോക്കുമ്പോഴത്തേനും ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, TV ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാവിലെ എണീറ്റ് ഇരുന്ന് ഇരിപ്പാണ് കേട്ടോ. പെണ്ണാണെങ്കിൽ TVയുടെ മുമ്പ് നനങ്ങുന്നേ ഇല്ല. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം എന്നെ ഹെൽപ്പ് ചെയ്ത പരിപാടിയേ ഇല്ല. അപ്പോൾ അവൾക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളമാണെങ്കിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തണിയാൻ വെക്കാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ എടുത്ത് തണിയാൻ ഒരു പാട്ടയിൽ ഒഴിച്ച് വെച്ചു ഞാൻ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വേവട്ടെ എന്ന് കരുതി. അതിനിടയിൽ ഞാൻ കിച്ചണിൽ നിന്ന് അടിച്ച് വരാമെന്ന് കരുതി. സാധാരണ ഇത് കൈയോടെ ചെയ്താലേ ഉള്ളൂ, പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ, വെറുതെ ഇരിക്കും റൂമിൽ പോയിട്ട്. അതുകൊണ്ട് ആ കൈയോടെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇട്ടു. നമ്മുടെ ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു കലത്തിലോട്ട് മാറ്റി വാർക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം അടുക്കളയിൽ നിന്ന് പണി ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എല്ലാം തട്ടിക്കൂട്ടാണ്, എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആവണം, എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാണ്. അങ്ങനെ അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. കുറച്ച് ചോറ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ഞാൻ സാമ്പാർ ഒഴിച്ച് കൊടുത്തു. സാമ്പാർ ഞാൻ അച്ഛനും കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇത് പരിപ്പിട്ട് വെച്ച സാമ്പാറാണേ, വറുത്തരച്ചതൊന്നല്ല. പിന്നെന്തോ മറന്നു പോലെ നമ്മുടെ അച്ചാർ കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ലഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള until the next video, it's me Vidya signing off.